പുതുവത്സര ആഘോഷം കനത്ത ജാഗ്രതയിൽ പോലീസ് എന്ന് പാലാ ഡിവൈഎസ്പി കെ സദൻ. ഇലവീഴ, പുഞ്ചിറ, ഇല്ലിക്കൽക്കല്ല് തുടങ്ങിയ മേഖലകളിലേക്കുള്ള രാത്രി യാത്രയും നിരോധിച്ചു. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതുവത്സര ആഘോഷം അതിരുകടക്കാതിരിക്കാൻ നിതാന്ത ജാഗ്രതയിൽ പാലാ പോലീസ്. പുതുവത്സര ആഘോഷങ്ങൾക്ക് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പാലാ ഡിവൈഎസ്പി കെ സദൻ അറിയിച്ചു. 2024 നമ്മൾ ഇന്ന് വിട ചൊല്ലുകയാണ്. ഏറ്റവും കൂടുതൽ പുതിയ വർഷത്തെ വരവേൽക്കുന്നതിനുള്ള ആഘോഷങ്ങൾ പല മേഖലകളിലുണ്ട്. പക്ഷെ നാം ചിന്തിക്കേണ്ടത് ഈ ആഘോഷങ്ങൾ പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ദോഷകരമാകരുത് എന്നുള്ളതാണ്. ആ ഒരു മോട്ടോ ഉള്ളിൽ കണ്ടുകൊണ്ടാണ് പാലാ സബ് ഡിവിഷനിൽ മുഴുവനായിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 90% പോലീസ് ഉദ്യോഗസ്ഥരും ഇന്ന് ഫീൽഡിലുണ്ടാകും. ഏറ്റവും പ്രധാനമായിട്ട് വെഹിക്കിൾ ചെക്കിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ മദ്യപിച്ച് ഉള്ള വാഹനം അപകടങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഡിസംബർ 31 കൂടുതലായിട്ടുണ്ടാകുക. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ നമ്മളുടെ എല്ലാ സ്റ്റേഷൻ ലിമിറ്റിലും വളരെ സെൻസിറ്റീവായിട്ടുള്ള പോയിൻറ്റ്സിൽ വെഹിക്കിൾ ചെക്കിംഗ് വളരെ ഊർജിതമായിട്ട് തന്നെ നടത്താനുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും പിക്കറ്റ് പോസ്റ്റുകളുണ്ടാകും. മദ്യപിച്ച് യാതൊരു കാരണവശാലും വാഹനം ഓടിക്കരുത്. വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് ഓടിക്കുന്ന ആൾക്ക് മാത്രമല്ല, നിരത്തിലുള്ള ബാക്കിയുള്ളവർക്കും കൂടി അത് അപകടമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള, നമ്മുടെ അവലോകനം ചെയ്തിട്ടുള്ള ഡേറ്റ അവലോകനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മൾ ഇലവീഴ, പൂഞ്ചിറ ആ ഭാഗങ്ങളിലേക്ക് ഇന്ന് രാത്രി പ്രവേശനം ഉണ്ടാവില്ല. ഇല്ലിക്കല്ല് ആ ഭാഗങ്ങളിലേക്ക് രാത്രി പ്രവേശനം ഉണ്ടാവില്ല. അവിടെ പകൽ പോയിട്ടുള്ളവരെ രാത്രി കംപ്ലീറ്റ് ആളുകളെയും താഴേക്ക് മാറ്റുകയാണ്. ആ ഭാഗങ്ങളിലേക്ക് ഈ പുതുവത്സരം ആഘോഷം എന്നുള്ളൊരു പരിപാടി അവിടെ അനുവദിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മൊബൈൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും, ഈ ഗാനമേളകൾ മുതലായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും 10 മണിക്ക് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ പടക്കങ്ങളാണ്. പടക്കങ്ങളെന്ന് പറയുമ്പോൾ അതും ഒരു ശബ്ദ മലിനീകരണമാണ്. പുതുവർഷത്തെ ആഘോഷിക്കുന്നതിന് നമുക്ക് ശബ്ദം കൊണ്ടല്ല, വേണമെങ്കിൽ കാഴ്ചകൾ കൊണ്ട് ആഘോഷിക്കാം, ഒരു പാട്ട് കൊണ്ട് ആഘോഷിക്കാം. പക്ഷേ ഈ പടക്കങ്ങൾ അതും ഈ ശബ്ദ മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ പറഞ്ഞ 10 മണിക്ക് ശേഷമുള്ള വളരെ ശബ്ദമുണ്ടാക്കുന്ന അത് നിയമവിരുദ്ധമാണ്. അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പാലയിലുള്ള നമ്മുടെ ജില്ലയിലേക്കുള്ള എൻട്രി പോയിന്റുകളിൽ, എക്സിറ്റ് പോയിന്റുകളിൽ പ്രത്യേകിച്ച് വെഹിക്കിൾ ചെക്കിംഗ് ഉണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ബോർഡറായിട്ടുള്ള നെല്ലാപ്പാറ ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം രാമപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ചെക്കിംഗ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ റൂട്ടിലും വെഹിക്കിൾ ചെക്കിംഗ് ഉണ്ട്. നമ്മൾ എല്ലാ ഭാഗങ്ങളിലും പോലീസിനെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല ഒരു സൗഹാർദ്ദപരമായ സന്തോഷകരമായിട്ടുള്ള ഒരു പുതുവർഷമായിരിക്കണം നമുക്കുണ്ടാകുന്നത്. യാതൊരു തരത്തിലുള്ള അപകടങ്ങളോ മറ്റ് ദുസ്സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു പുതുവർഷം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അനധികൃത മദ്യവിൽപ്പന, മയക്കുമരുന്ന് ഉപയോഗം, പൊതുസ്ഥലത്തെ മദ്യപാനം എന്നിവയ്ക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് സ്റ്റേഷൻ പരിധിക്കുള്ളിൽ ട്രാഫിക് എസ്.ഐ സുരേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധനകളും നടക്കുന്നുണ്ട്. അമിത വേഗതയിലും അശ്രദ്ധമായും വാഹനമോടിക്കുന്നവർക്കെതിരെയും നടപടി. ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽക്കല്ല് തുടങ്ങിയ മേഖലകളിലേക്കുള്ള രാത്രി യാത്രയും നിരോധിച്ചതായി പാലാ ഡിവൈഎസ്പി പറഞ്ഞു. എല്ലാ അതിർത്തികളിലും വിവിധ പോയിന്റുകളിലും കർശന പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ബാറുകളിലും മറ്റ് മദ്യവിൽപ്പനശാലകളിലും സമയപരിധിക്ക് ശേഷമുള്ള മദ്യവിൽപ്പന അനുവദിക്കില്ല. അനധികൃത മദ്യനിർമ്മാണം, ചാരായവാറ്റ്, സെക്കൻഡ് ഹാൻഡ് മദ്യവിൽപ്പന തുടങ്ങിയവ കണ്ടെത്തുന്നതിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പോലീസ് പെട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കുന്നതിന് അതിർത്തിയിൽ പരിശോധനയും ശക്തമാണ്. ഐഫോറിയ ന്യൂസ്, പാലാ.